ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇന്നിപ്പോൾ ഞാനുള്ളത് ഒരു ട്രാവലിങ്ങിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ട്രാവലർ ആണെങ്കിൽ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഇൻ്റർകോമുകൾ എന്താണെന്ന് കുറേ അധികം യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അല്ലാത്തവർക്ക് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പില്യൻ ഉണ്ടെന്ന് കൂട്ടിക്കോളി. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താണ് നമ്മളെ തോളിലൂടെ വന്നിട്ട് വേണം നമുക്ക് സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് നേരെ ഇരുന്ന് ഈ ഹെൽമെറ്റിനുള്ളിൽ തന്നെ ഇതിൻ്റെ മൈക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അപ് ടു 20 പേരെ വരെ നമുക്ക് ഒരേ സമയം കണക്ട് ചെയ്തിട്ട് റൈഡ് പോകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ കയ്യിൽ. ബ്ലൂ ആർമർ എന്ന ബ്രാൻഡിൻ്റെയാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ലുക്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ കാണുന്ന പ്രൊഡക്റ്റ്, ബ്ലൂ ആർമറിൻ്റെ C30 എന്നുള്ള പ്രൊഡക്റ്റ് കേട്ടോ. ബ്ലൂടൂത്ത് 5.1 വർക്ക് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ വെർത്താണ് ഈ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ട്രിപ്പിലാണെന്ന് പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു ലേ ലഡാക്ക് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് ഫായ്സും കൂടിയിട്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നപ്പോഴേ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ. കാരണം നമ്മളിങ്ങനെ തോളിൽ ചാരി നിന്നാലേ സംസാരിക്കുന്നത് കേൾക്കുള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരെയൊന്നും ഏകദേശം 1 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നത്. അത്ര ദൂരെ നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഗ്രൂപ്പിലെ ആളുകളൊക്കെ ഇനിയും വരാണ്ട്, അപ്പോൾ അവർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത് അൺബോക്സിങ് ആൻഡ് കണക്ഷന് പിന്നെ ചെറിയൊരു റിവ്യൂ പോലെ നമുക്ക് നോക്കാം. കൂടുതൽ റിവ്യൂ എന്താണ് നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാം. ഒരു ട്രിപ്പിൽ നമ്മൾ അത്യാവശ്യം ലോങ് ടൈമുണ്ട്. അപ്പോൾ അതിൽ തന്നെ റിവ്യൂ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബ്ലൂ ആർമർ എന്നുള്ള ലോഗോ ഒക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റിന് ചെറിയൊരു ഫോട്ടോ ഇവിടെ കാണാം. പിന്നെ മോഡൽ നമ്പർ C30. പിന്നെ ഇത് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. ബ്ലൂടൂത്ത് 5.1 കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ സൗണ്ട് ബൈ JBLൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഒരാണ്. മുകളിൽ ചെറിയൊരു റാപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. റാപ്പ് നമുക്ക് ഇതുപോലെ പൊട്ടിച്ചെടുക്കണം. പിന്നിൽ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്, കുറേ കൊടുത്തിട്ടുണ്ട്. ഫോൺ കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഇതിലെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഇൻ്റർകോം മാത്രമുള്ളെങ്കിലും പില്യന് ബ്ലൂടൂത്ത് ഹെഡ്ഫോണോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞ് ഒരുപാട് ഫീച്ചേഴ്സ് ആപ്പ് വഴി ഇത് കൊടുക്കുന്നുണ്ട്. അതിൽ അൺബോക്സ് ചെയ്യാം. പാക്കേജ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഒരു വൈറ്റ് പറിച്ചെടുത്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. ബ്ലൂ ആർമർ C30 ആണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ കണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡാണ്. ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർകോമിന്റെ ബാക്കി പോർഷൻസ് മൈക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് 2 സ്പീക്കേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിലെ കണക്ഷൻ വരുന്നത് V8 പിന്നാട്ടത്തിൻ്റെ കൂടെ വരുന്നത്. നമുക്കിത് ബോക്സ് ഓപ്പൺ ചെയ്താൽ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? അടിയിൽ ഇനിയും സാധനം ഉണ്ട്. ഇതിൻ്റെ ടേൺ ഓണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു അല്ലെങ്കിൽ ഒരു സൈഡിൽ കൊടുക്കുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മൗണ്ട് നമ്മളെ ഹെൽമെറ്റിൽ ക്ലിപ്പ് ചെയ്ത് കയറ്റി വെക്കാനുള്ളതുണ്ട്. പിന്നെ ഒരു ഹെൽമെറ്റ് മൗണ്ട് എന്ന് പറയുന്നത് ഇത് ഗം ചെയ്ത് വെക്കാം കേട്ടോ. ഗം ചെയ്ത് ബാക്കിൽ ഒട്ടിക്കുക. 3mm സ്റ്റിക്കറൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ 2 സൈഡിലുള്ള സ്പീക്കേഴ്സിൻ്റെ പോർഷൻ എന്തോ കവർ ചെയ്യാനുള്ളതെന്ന് തോന്നുന്നുണ്ട്, കണ്ടുന്നുണ്ട്. പിന്നെ ചാർജിങ് പോർട്ട് Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ ഇൻസ്റ്റാളേഷനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്താൽ നമുക്ക് വീഡിയോസ് കണ്ട് കറക്റ്റ് ഹെൽമെറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ C30 എന്നുള്ള പ്രൊഡക്റ്റ്. ഇതിനൊരു ഏരിയയിൽ കൂടി കൊടുക്കുന്നുണ്ട്. അവിടെ കണ്ടോ, ആൻറ്റിനാണിത്. ഇവിടെ ചെറിയൊരു ലോക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെയും ബ്ലൂ ആർമർ C30. അതുപോലെ തന്നെ കാർബൺ ഫൈബർ ഫിനിഷിങ്ങിലാണ് ഇത് വരുന്നത്. പിന്നെ ഒരു LED ഇൻഡിക്കേഷൻ കാണാം. അപ്പോൾ ഈ സെൻറ്റർ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് ഓൺ ആവും. ബ്ലൂ LED ഇൻഡിക്കേറ്ററിൽ ഓൺ ആവും. അതുപോലെ തന്നെ നമുക്ക് ഓൺ ആവുന്ന സമയത്ത് സ്പീക്കേഴ്സ് കണക്ട് ചെയ്താൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്നുള്ളത് കാണിക്കും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. താഴെ 2 പോർട്ട് കൊടുത്തുള്ളത്. ഒന്ന് ഇതിൻ്റെ ഈ ഒരു ഹെഡ്ഫോണ് മൈക്ക് സാധനങ്ങൾ കൊടുക്കാനുള്ളതും, പിന്നെ ഇതിലേക്കുള്ള ചാർജിങ് പോർട്ടാണ്. ചാർജിങ് പോർട്ടൊക്കെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഫുള്ളി കവേർഡാണ്. Type-C പോർട്ടാണ് ഇതിൽ ചാർജിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു ലോക്ക് ഉണ്ട്. ഇതിന് ലോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മൈക്രോ USB കേബിൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ലോക്ക് ഇങ്ങനെ അമർത്തി കൊടുത്താൽ കേട്ടോ. പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്കായി. ഇനി അത് ഓൺ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ഇതിനൊരു സൗണ്ട് വരുന്നത്. ബാറ്ററി 90% ഇതിനുള്ള മെസ്സേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്തും ഈ ഒരു സൗണ്ട് തന്നെ വരും കേട്ടോ. കാണിച്ചു തരാം. ഗുഡ് ബൈ, ബാറ്ററി 90% എന്ന് കാണുന്നുണ്ട്. ഇനി നമുക്കിത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുള്ള ഒന്ന് നോക്കട്ടോ. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ ഇതിലുണ്ടാവും. എന്നാലും നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇതിനെ പറ്റി അറിയുന്ന ആൾ വേണം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ആളുണ്ട്. കാരണം ഞാനിപ്പോൾ ട്രാവൽ ചെയ്യണത് ഞാൻ പറഞ്ഞല്ലോ, ലേ ലഡാക്ക് ഒരു ചെറിയ ട്രിപ്പിലാണ്.
ട്രിപ്പ് മേറ്റ് ഉണ്ട്, എൻ്റെ ഫ്രണ്ടാണ്. അതുപോലെ തന്നെ BMW ബൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എൻ്റെ മറ്റേ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടെടുക്കുന്ന അവനാണ്. ഫുൾ വർക്കുകൾ, വണ്ടീൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളും സെറ്റായിട്ട് ചെയ്തെടുക്കും. അവനെ നമുക്ക് വിളിക്കാം, ഫായിസ്. വാ എന്തൊക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. ഞാൻ ഇപ്പോൾ കാണികളോട് പറഞ്ഞു, ഇതാണ് ഫായിസ്. ഫ്ലൈ ഗിയർ പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടി കേട്ടോ. അതിൽ കുറേ അധികം നല്ല വീഡിയോസ്, നമ്മളെ ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതും കാണാം, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫിക്സിങ്ങും കാര്യങ്ങളും ഇവൻ ചെയ്താൽ ബെറ്റർ ആവും, നമ്മൾ ചെയ്യുന്നില്ല. കാരണം ആ പെർഫെക്ഷനിൽ നീ കുറേ അധികം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്തു തന്നോളും. അപ്പോൾ അവനെ ഏൽപ്പിക്കുകയാണ് സാധനങ്ങളൊക്കെ. ഞാൻ ചെയ്ത് സെറ്റാക്കി തരുട്ടത്. ഓക്കെ, ബ്ലൂ ആർമർ C30. അതെ, സെറ്റ് ചെയ്യാലോ. സാധനം സെറ്റല്ലേ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഈ പാഡിങ്സ് എല്ലാം ആവും. ഫ്രണ്ട് പാഡിങ് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു വരാനാണ്. നമ്മൾ പാഡിങ് ഫുള്ള് വരും. അതാണ് നമ്മളെ ഹെൽമെറ്റിൻ്റെ ഉൾഭാഗം. ഫുൾ തെർമോകോൾസാണ് വരുന്നത്. പിന്നെ എല്ലാ ഹെൽമെറ്റും പൊളിച്ചു നോക്കിയ തെർമോകോൾ. ഇതിൽ നമ്മൾ ഫസ്റ്റ് എവിടെ ഫിക്സ് ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർ പ്ലേസ് നമ്മൾ ഫസ്റ്റ് ഇതിലായിട്ട് പൊസിഷൻ ആയിട്ട് ബാക്ക് സൈഡ് ഈ ഒരു ലൈൻ ഇതാ, ഈ ഒരു ലൈനിന് പാരലായിട്ടുള്ള പൊസിഷനെ കയറുമ്പോൾ നമ്മളിവിടെ പറ്റും. നമ്മൾ തൊട്ടിക്കുന്നതിന് മുമ്പ് സർഫസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഓയിലി സർഫസ് ഉണ്ടായി കഴിഞ്ഞാൽ സംഭവം ജമ്മു പോയി. അതുകൊണ്ട് കറക്റ്റ് ഫസ്റ്റ് നമ്മൾ ഈ വെൽക്രോ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും റീഫിറ്റ് ചെയ്യാനും ഇതൊരു വെൽക്രോയിലാണ് ഇത് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഈ വെൽക്രോന്റെ ബേസ് നമ്മൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാം. കറക്റ്റ് ഹോൾ ഉണ്ട് ഹെൽമെറ്റിൽ. അത് ഏകദേശം ഈ ഒരു സെഗ്മെന്റിലുള്ള ഒരു ടൂറിങ് ഈ ഡുവൽ വൈസറും കാര്യങ്ങളൊക്കെ ഉള്ള ഏകദേശം 3000 ബോളുള്ള എല്ലാ ഹെൽമെറ്റിലും ഉണ്ടാവും. ഹെഡ്സെറ്റ് ഫിക്സ് ചെയ്യണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മൈക്കും സെയിം ഇതേപോലെ ഒരു വെൽക്രോയിലാണ് മൈക്ക് കിടക്കണേ. ഈസി ടു റിമൂവ് ആണ്. വെൽക്രോന്റെ ബേസ് നമ്മൾ ആദ്യം ഒട്ടിക്കണം. മൈക്ക് ഏകദേശം ഈ സെൻറ്ററിൽ വരുന്ന പോലത്തിൽ നമ്മൾ മൈക്ക് വെച്ചിട്ട് എവിടെയാണോ ഇത് ഫ്രീ ആയി നിർത്താൻ പറ്റുക അവിടെ വെച്ചിട്ട് സെയിം അഗൈൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ മെയിൻ ഹോസ്റ്റിലേക്ക് കണക്ട് ചെയ്യാനുള്ള പ്ലഗ്. ഇത് കണക്ട് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു. സംഭവം ഫിറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ്സ്, അതായത് വയർ റൂട്ടും കാര്യങ്ങളും കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വയർ ഡാമേജായി, ഹെഡ്സെറ്റ് ഡാമേജ് ആവും. വയറും ഫിസിക്കൽ ഡാമേജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വാറണ്ടി വരെ നഷ്ടപ്പെടും. അപ്പോൾ കറക്റ്റ് നമ്മൾ എങ്ങനെ ഏത് റൂട്ടിലൂടെ വയർ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ടാപ്പ് ചെയ്താൽ നന്നാവും. അപ്പോൾ ടാപ്പിംഗ് പരിപാടി കഴിഞ്ഞിട്ടോ, ഫുള്ള് പക്കാ ഫിക്സ് ചെയ്തതിന്. കാരണം വയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് ആയി കഴിഞ്ഞാൽ പറഞ്ഞ പോലെ വാറണ്ടി കാര്യമൊന്നും കിട്ടില്ല. നമുക്ക് ഇതൊക്കെ റീഫിക്സ് ചെയ്യട്ടോ. ഇതൊക്കെ അപ്പോൾ ഇതന്നെയാണ് ഈ ബ്ലൂ ആർമർ ഇൻ്റർകോമിൻ്റെ വീഡിയോ ഉദ്ദേശിച്ചത്. ഒരു അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ലുക്ക് എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ചെയ്യും. ഈ യാത്രയ്ക്ക് ഇടയിൽ എവിടെയും വെച്ചിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്. ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം കിട്ടുന്നതിന് വേണ്ടി തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.